ഹലോ ഗൈസ്, അപ്പം നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അത്ര കാര്യമായിട്ടൊന്നും കാണൂല. ബട്ട് 2 കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എത്രത്തോളം സക്സസ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അപ്പം എന്നാലും മാക്സിമം ശ്രമിക്കാം. അപ്പം ഇപ്പം രാവിലെ ഒരു 8 മണി ആയിട്ടുണ്ട്. രാവിലെ എണീറ്റ് അപ്പം ഒരാൾ എണീറ്റ് ഇവിടെ ഇങ്ങനെ ഇരിപ്പാണ്. രാവിലെ എണീറ്റ് ഇവിടെ ഇരിക്കുന്നു. പിന്നെ ഒരാൾ ഉറക്കമാണ്, ഒരാൾ ഉറങ്ങുകയാണ്. എന്താ ഉറക്കമാണ്. അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് ഒന്ന് കഴുകി പല്ലൊക്കെ തേച്ചു. പിന്നെ നമുക്ക് രാവിലെ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കണം. ഇതിലേക്ക് പോകാം. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ നോക്കാം. രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാം. മോർണിംഗ് ഡ്രിങ്ക് പിന്നെ നമ്മൾ ഈ കുതിർത്ത് വെച്ചില്ലേ ഈ ചിയാ സീഡ്, എന്താ പറയണത്, കസ്കസ അങ്ങനത്തെ സാധനം അതും നമ്മളുണ്ട്. തേൻ ഇത് കുടിക്കാം. എങ്ങനെ ആവുമെന്ന് പറയുന്നില്ല, ഞാനിത് എടുത്തിട്ടില്ല. പാൽ എനിക്കല്ല, മൂത്താക്കണം. ഇത് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലാണ് കേട്ടോ. നമുക്കിത് പാല് ഇത് മതി. പാല് കൊടുക്കൂല. ആദ്യം ഞാൻ കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാല് കൊടുക്കുന്നത്. രാവിലെ പാല് കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് മടി കാണിക്കണം. അപ്പോൾ രാവിലെ പാല് കൊടുക്കൂല. എന്തെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പാല് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിനി അവനുള്ള ഫുഡ് ഉണ്ടാക്കാം. ഇതിപ്പോൾ പഴം ചെറിയ ആൾക്ക് കൊടുക്കാനാണ്. അവന് മറ്റവനും കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ അവന് ഇതിന് ഉച്ചിലിട്ട് എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കും. അപ്പോൾ മറ്റേ ആൾക്ക് ദോശ വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, അല്പം വെറൈറ്റിയാണ്. ഇതെന്നാൽ അരച്ച് വെച്ചാണ് പയർ കൊണ്ടിട്ടുള്ള ദോശയാണ്. പയറും ചെറുപയറും വെള്ളത്തിട്ട് കുതിർത്തിട്ട് ഈ ഒരു പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കും. ഇതാ ഇതിനെങ്കിൽ ദോശ ഇട്ട് കൊടുത്താൽ അവൻ കഴിച്ചോളൂ. അവന് നല്ല ഇഷ്ടമാണ് ദോശ. ആ ദോശ സാധാ ദോശ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നാലും കഴിക്കും. ഇതിഷ്ടമാണ്, ഒരുമാതിരി കഴിച്ചോ. 2.5 വയസ്സായിട്ടുള്ള കേട്ടോ. അപ്പോൾ കുറച്ച് പാടുണ്ട് കഴിക്കാൻ. നമുക്കിനി ദോശ പാലിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കും. എന്താടാ അവനെണീറ്റ് എന്താണ്ടൊക്കെയോ പറയുന്നുണ്ട്. എന്നെ എണീറ്റ് വാ ദോശക്കല്ലേ ദോശ വേണം കണ്ട. ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി ദോശ വേണ്ട, മുട്ട വേണ്ട എന്നൊക്കെയാണ് പറയണത്. ഒരു സാധനം കഴിക്കില്ല. നമ്മളിങ്ങനെ നിർബന്ധിച്ച് ഫോക്കസ് കണ്ട, പാല് മാത്രം കുടിക്കും, ദോശയൊന്നും കഴിക്കില്ല, അങ്ങനെ ഫുഡൊന്നും കഴിക്കില്ല. നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്ത് കുടിപ്പിക്കണം. കണ്ട പറയുന്നുണ്ട. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. ഞാനിതുവരെ വീഡിയോ എടുത്തിട്ടില്ല, ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊന്നും എടുത്തിട്ടില്ല. ഇത് എന്തോരം ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ,
രാവിലെ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഫുൾ ഇങ്ങനെ ഭയങ്കര തിരക്കായിരിക്കും. ഫുഡ് ഉണ്ടാക്കണം, കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടി. പിന്നെ ഇനി ഇവർക്ക് കൊടുത്തു തുടങ്ങുമ്പം അതിനും വലിയ പണിയാണ്. 2 പേരല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്ക് 2 പേരുണ്ട്. ഞാൻ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്ക് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടി വരും. നല്ല ദോശയുണ്ട്, ഹെൽത്തിന് നല്ലതാണ്. ഞാനും കഴിക്കും കേട്ടോ. ഇത് ഒരെണ്ണമൊക്കെ അവന് കൊടുക്കുള്ളൂ. ഒന്ന് കഴിപ്പിക്കും ഞാൻ. ദോശ നമുക്കിങ്ങനെ കുറച്ച് എണ്ണ തൂക്കി കൊടുക്കാം. ദോശ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇങ്ങനെ മറിച്ചിട്ട് വേവിക്കണം. എന്താ ഗൈസ്, എണീറ്റിട്ട് കിടക്കുന്നതാണ്. ദോശ വേണ്ടേ? എണീറ്റ് വാ. കിടക്കണ്ട, എണീറ്റ് വാ. പാല് ചൂടാറട്ടെ. ഞാൻ എണീറ്റ് വാ. എണീറ്റ് വാ. വീഡിയോ എടുക്കണ വാ. വാ. നോ, ഇത് തരൂല. നോ നോ, ഒച്ചെടുക്കല്ലേ. ആ, ഉച്ചി പിടിക്കട്ടെ. നോ. എന്താ ഗൈസ്, ഒരാൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഉണ്ടാക്കിയ ദോശ വളരെ നല്ലതാണ്. നല്ല പ്രോട്ടീനൊക്കെ ഉള്ള സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിനി ഇത് കൊടുക്കാൻ വൻ ബഹളങ്ങൾ ഇവിടെ നടക്കും. അപ്പം അതൊന്ന് കാര്യം ഗുഡ് മോർണിംഗ് പറയ്. അവിടെ വീഡിയോ എടുക്കും. അതിനകത്ത് കാർക്കുണ്ടോ നോക്ക്. ഗുഡ് മോർണിംഗ് പറയ്. ഗുഡ് മോർണിംഗ് പറയ്. ഹായ് കൊടുക്ക്. ഹായ് കൊടുക്ക്. നമ്മൾ ദോശ ദോശ തിന്നാൻ പോണു. ഒരു സാധനം തിന്നൂല ചെക്കൻ ഒരു സാധനം തിന്നൂല. തിന്നാ കാറ് കണ്ടേ? കാറ് കണ്ട് കാണണം. ഇളയാക്ക് ഞാൻ രാവിലെ പാലൊക്കെ കൊടുത്തിട്ടാണ് അവൻ ഇങ്ങനെ നിൽക്കണത്. ഇനി ഈവനിങ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് അവന് കൊടുക്കും.
അവന് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫീഡ് ചെയ്യും. ഫീഡ് ചെയ്തിട്ടാണ് അവനങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ അവനങ്ങനെ നിൽക്കില്ല. എന്നിട്ട് ഇവന് ഫുഡ് കൊടുക്കും. ഇവന് ഫുഡ് കൊടുക്കണം 1 മണിക്കൂറാകും. അപ്പം ആ 1 മണിക്കൂർ വെറുതെ ഞാനിങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പണികൾ ഞാൻ ചെയ്യും. അവന് കൊടുക്കും, ഞാൻ എന്തെങ്കിലും പണി ചെയ്യും. ഉണ്ടാവുന്ന വെച്ചിരിക്കുന്നുണ്ട്. അല്ല, ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല ചക്കൻ. അത് നമുക്ക് ഫുഡ് കൊടുക്കും. വെള്ളം വേണ്ട ജോഹാനു? കുഴപ്പമില്ല, എന്നാ പൂജ കത്തിപ്പോ. അയ്യോ, എന്ത് ചെയ്യ? കത്തും 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 കത്തും. ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ വായിൽ വെച്ചോണ്ടിരിക്കും. എല്ലാവരും ഇങ്ങനെയാണെന്ന് എനിക്കറിയൂടാ. ഈ കുട്ടി ഇങ്ങനെ വായിൽ വെച്ചിട്ട് ദോശ എന്ത് കൊടുത്താലും ഇങ്ങനെ വായിൽ വെച്ചിട്ട് 1 മണിക്കൂറോളം ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. പക്ഷെ കഴിക്കും, പക്ഷെ ഇങ്ങനെ വായിൽ വെച്ചോണ്ടിരിക്കും. അപ്പം നമുക്ക് അത്രയും ക്ഷമയോടുകൂടി ഇരുന്ന് കൊടുക്കണം. ഉണ്ട് എൻ്റെ ഈ കുട്ടി പാവം ഇങ്ങനെ ഇരിക്കും. അവനിങ്ങനെ അടിച്ചടിച്ചൊക്കെ ഇങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും. കുറച്ച് നേരം കഴിയുമ്പം അവനും നമ്മൾ ശരിക്കുള്ള സ്വഭാവം അവനും കാണിക്കും. അപ്പോൾ ഈ നേരം കൊണ്ട് ഞാൻ അവന് കൊടുക്കാൻ ശ്രമിക്കും, പക്ഷേ അത് നടക്കില്ല. ഇവന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവന് കൊടുക്കാൻ പറ്റുള്ളൂ. ആ കൊടുത്തത് തിന്നിറക്കിയിട്ടില്ല, ഇങ്ങനെ വായിൽ വെച്ചിട്ടിരിക്കും. ഞാനാ ഉം 2.5 വയസ്സായി. പക്ഷെ എന്നാലും സ്വന്തമായിട്ട് വാരി കഴിക്കൊന്നുമില്ല. ആരെങ്കിലും ഇങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവന് ഫുഡ് കൊടുത്തിട്ട് അവന് ഫുഡ് കൊടുക്കാൻ നേരമാകുമ്പോൾ നമുക്ക് കാണാം. അല്ലാണ്ട് ഇവ ഇത് കഴിക്കില്ല. ഇവ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കും. ഈ ഒരു ദോശ ഇനി ഇപ്പം മണി 8:30 ആയിട്ടുണ്ട്. 9:30 വരെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് കാണാം. കണ്ട ഗൈസ്, ഇത് അവസാനം ഈ പരുവായിട്ടുണ്ട്. ഇവൻ ഈ പരുവായിട്ടുണ്ട്. അത് തിന്നണ്ടെന്നാണ് അവൻ പറയണത്. ടി വി ഇടണോ? വേണ്ടേ? ഇടണ്ടേ? ടി വി ആ, അപ്പൊ ഈ പാപ്പം തിന്നോ? എന്നാ കാണിച്ചു തരാം. അപ്പൊ അവന്റെ ഫുഡ് അടി കഴിക്ക്. ഇനി ഒരു പാല് കൊടുക്കണം. അപ്പൊ ടി വി ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടി വി ഇത് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ടി വി ഇട്ട് കൊടുക്കണം. പാല് കൊടുക്കട്ടെ. പാല് നേരത്തെ തിളപ്പിച്ച് വെച്ചില്ലേ? പാല് കൊടുക്കാം. പാല് നമുക്ക് ഇതവന് കൊടുക്കാം. അപ്പോൾ കുടിക്കും. പാല് കുടിക്കണോ? അല്ല, ഇങ്ങനെയൊക്കെയാണ് പാല് കുടിക്കണം എൻ്റെ കുട്ടി. കാലുമേ കാലൊക്കെ ഇട്ട് പാല് കുടിക്കും. അപ്പം ഈ നേരം കൊണ്ട് അപ്പം മറ്റവന് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന ടൈം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവനുള്ള കുറുക്ക് ഇവിടെ സെറ്റ് ചെയ്തു. വേണ്ട, ആ നേരം കൊണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ പഴവും ഇതൊക്കെ കൂടെ അടിച്ച് വെച്ചിരുന്നു. അപ്പോൾ ആ പഴം കുറച്ച് നട്ട്സും ഒക്കെ കൂടിയിട്ട് അടിച്ച്, ഇവൻ പഴമൊന്നും അല്ലാണ്ട് തിന്നില്ല കേട്ടോ. റോ ആയിട്ടൊന്നും തിന്നുന്നില്ല, രണ്ടുപേരും തിന്നില്ല. അപ്പം പഴം ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഇടിയാണ്. ഇങ്ങനെ ഇടുതി നമ്മൾ കൊടുക്കും. ഇങ്ങനെ പഴം റോ ആയിട്ട് വേവിച്ചിട്ട് പുഴുങ്ങിയിട്ട് അതിനെ മിക്സിയിലിട്ട് അടിച്ച് നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും. ഈന്തപ്പഴം, നട്ട്സ് അങ്ങനെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അടിക്കുമ്പോഴത്തേക്കും എല്ലാം രാവിലെ കിട്ടും.
അപ്പോൾ അതൊക്കെയാണ് രാവിലെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവന് കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കാം. കഴിക്കുകയൊന്നുമില്ല, അവനെ പോലെയൊക്കെ തന്നെ, പക്ഷെ ഞാൻ കൊടുക്കും. കണ്ട കഴിക്കാന്നില്ല, ഇങ്ങനെ തലയൊക്കെ ഇട്ട് വെട്ടിച്ചോണ്ടൊക്കെ ഇരിക്കും. രാവിലെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, എല്ലാ ദിവസവും സ്ഥിരം ഇങ്ങനെയൊക്കെയാണ്. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തട്ടിയൊക്കെ മുട്ടിയൊക്കെ പോകും. ഫുഡൊന്നും കഴിക്കുന്നില്ല, അപ്പം ഞാനിങ്ങനെ കൊടുക്കും. കുറച്ച് നേരം കരയും, പിന്നെ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പതിവ്. കണ്ട അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവനിങ്ങനെ തുടച്ചൊക്കെ കളയണം. റയാൻ അപ്പം ഇത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. കാരണം ഇവരെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഇതിപ്പം ഇത് കൊടുക്കുക. പിന്നെ അവന് അയ്യോ കണ്ട ഇങ്ങനത്തെയൊക്കെ വേലത്തനങ്ങൾ കാണിക്കും. ഇങ്ങനെയുള്ള കുറുമ്പുകളൊക്കെ എൻ്റെ കുട്ടികൾക്കുണ്ട്. അയ്യോ അപ്പം വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. മീൻസ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക. എന്നിട്ട് നിങ്ങൾക്ക് കുറേ പോരായ്മകൾ ഈ വീഡിയോയിൽ കാണും. അപ്പോൾ അതൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ കുട്ടീനെ നോക്കിയാണ് എന്താ അമ്മ പറയുന്നത്. അപ്പോൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ നോക്കുക. കുറ്റങ്ങൾ ഇഷ്ടം പോലെ കാണും, കുറേ കുറവുകൾ ഇഷ്ടം പോലെ കാണും. അപ്പോൾ അതൊക്കെ കമൻറ്റുകളായിട്ട് ഇടാൻ നോക്കുക. പിന്നെ അച്ഛൻ സത്യം അപ്പം ഇങ്ങനെയൊക്കെ എന്താ എന്നെ കുട്ടി ചിരിക്കുന്നു. സ്വന്തം ഫോട്ടോ തന്നെ കണ്ടിട്ട് ചിരിക്കുന്നു. അതിന് ചിരിക്കാറും എന്താ ഈ അമ്മ ചെയ്യുന്നത്, അമ്മ എന്തായി പറയണേ, എന്താ ചെയ്യണേന്നൊക്കെ ആലോചിച്ച് എൻ്റെ കുട്ടിക്ക് ചിരി വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ഫുഡ് അടി കഴിക്കും. പിന്നെ ഞാൻ എന്താ കഴിക്കുന്നേക്കും, ഞാൻ കഴിക്കുന്നത് എന്താ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല, എന്തെങ്കിലും എനിക്ക് തോന്നുന്നതെന്തോ അത് ഞാൻ കഴിക്കും. ചിലപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കും, ചിലപ്പം എന്തെങ്കിലും നേരത്തെ അവന് കൊടുത്തില്ല അതുപോലെ ദോശ എന്തെങ്കിലും കഴിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ കഴിക്കും. പിന്നെ ഇപ്പോൾ അവൻ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞല്ലോ, പാല് കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഇനി ഇവർ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരിക്കും. പിന്നെ രാവിലെ ഇവർ കുളിപ്പിക്കില്ല കേട്ടോ. ഇപ്പം ഞാൻ കുളിപ്പിക്കുന്ന ഉച്ചയ്ക്ക്, ഇതിനു മുമ്പ് രാവിലെ കുളിപ്പിക്കുമായിരുന്നു. ഇപ്പം രാവിലെ കുളിപ്പിക്കത്തില്ല. കാരണം രാവിലെ കുളിപ്പിച്ചാൽ ഇവർ ഉറങ്ങില്ല. ഇവർ ഉറങ്ങണത് ഉച്ചയ്ക്കാണ്. അപ്പം പിന്നെ രാവിലെ കുളിപ്പിച്ചിട്ട് എന്തിനാ. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുളിപ്പിക്കും. അപ്പോൾ രണ്ടുപേരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. അതാണ് ഇവർ ഉറക്കം. ഈ പകലുള്ള ഉറക്കം അത്രയേ ഉള്ളൂ. ഒരു മണിക്കൂറോളം ഉറങ്ങും. പിന്നെ അപ്പോൾ ആ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അവരുറങ്ങും. അതുകൊണ്ട് രാവിലെ ഞാൻ കുളിപ്പിക്കില്ല, ഉച്ചയ്ക്കാണ് കുളിപ്പിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ള നേരമൊക്കെ ഇങ്ങനത്തെ ടി വി ഒക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ടുപേരും കൂടെ അടിയും പിടിയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ നടക്കും. പിന്നെ ഇനി പാലൊക്കെ കുടിച്ച് ഇവനൊരു മൂത്തയാൾക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എന്ത് കൊടുക്കും, ഇതേ സാധനം തന്നെ ഞാൻ അവനും കൊടുക്കും. അണ്ടേ ഇതാണ് കുഴപ്പം. അതിനപ്പുറം അവൻ കഴിക്കില്ല. അപ്പം ഇതേ സാധനം തന്നെ ഞാൻ എന്ത് ചെയ്യും, മൂത്തയാൾക്കും കൊടുക്കും. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ. ഇപ്പോൾ ഓൾറെഡി ആ ദോശയും അതൊക്കെ കഴിച്ച് വയറ് ഒന്ന് ഫില്ലായിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അത് കൊടുക്കും. പിന്നെ ഒരു ടി വി ഒക്കെ കണ്ട് ചില്ലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയൊക്കെ കൂടി നടക്കും. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ ടൈം കൊണ്ട് ഞാൻ കിടക്കും കുറച്ച്. പിന്നെ അവൻ്റെ കളിയാക്കുകയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവൻ്റെ കളിയാക്കണം. അപ്പോൾ ഇത്രയൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. വേറെ ഫുള്ളായിട്ട് എടുക്കാൻ ടൈം കിട്ടില്ല ഗൈസ്. കാരണം ഇമാര് സമ്മതിക്കില്ല. ഇമാര് അല്ല ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടോ, ഇമാര് സമ്മതിക്കില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവന് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇനി ഫുഡ് കൊടുക്കട്ടെ. കുറച്ച് ബഹളമൊക്കെ ഇപ്പം കേൾക്കേണ്ടി വരും.
ഓക്കെ ഗൈസ്, ഫുഡ് കൊടുത്തിട്ട് കാണാം.